ഫിർഔന്റെ മരണത്തിന് ശേഷവും മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ ഭരണം ഏറ്റെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യകർത്താവ് സംശയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം ഫിറോവിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നെങ്ങനെ വല്ല സംശയമുണ്ടോ? അതല്ല, ഫിറോവിന്റെ മകനായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാം. ഫിറോവൻ മരിക്കുമ്പോൾ അധികാരം ഏറ്റെടുക്കാൻ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫിറോവിന്റെ പ്രധാനമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ ഫിറോവിന്റെ അനുജനോ മകനോ ആരെങ്കിലും ആയിരിക്കണം. ജനാധിപത്യപരമായിട്ടാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കണം, പാരമ്പര്യ സ്വഭാവത്തിലാണെങ്കിൽ മക്കളോ മരുമക്കളോ ആയിരിക്കണം. ഇതൊന്നുമല്ല, കിട്ടിയ കൊല്ലാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എങ്ങനെയാണ് ഫിറോവിന്റെ ഭരണശേഷം ഈജിപ്തിൽ ഭരണം ഏറ്റെടുക്കുക എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ക്രിപ്റ്റുകളുടെ വമ്പിച്ച ആധിപത്യമുള്ള ഒരു രാജ്യത്ത്, ഇസ്രായേലിലെ ആൺകുട്ടികളെ നിഷ്കരണം കൊന്നൊടുക്കുന്ന ഒരു രാജ്യത്ത്, അതിനോടുള്ള ചെറുത്തുനിൽപ്പ് പോലും നടത്തേണ്ടതില്ല, നാടുവിട്ട് വഴിക്കൊള്ളൂ, ഹിജ്റ വഴിക്കൊള്ളൂ എന്ന് അള്ളാഹു കൽപ്പിച്ച് സ്വന്തം നാടഭൂമിയായ കനാൻ, കാരണം ഈജിപ്ത് നിങ്ങളുടെ സ്വന്തം ജന്മദേശമല്ല, ഈജിപ്തിൽ നിങ്ങൾ വന്ന് താമസിക്കുന്ന നിങ്ങൾ പരദേശികളാണ്. ഈജിപ്തിൽ നിങ്ങളുടെ പ്രദേശം കനാനാണ്, ഫലസ്തീനാണ്. ഫലസ്തീനിൽ പോയി നിങ്ങൾ ഉത്തരം ചെയ്ത് അവിടെ നിങ്ങൾ തിരിച്ചെടുക്കൂ എന്ന് പറഞ്ഞ് മൂസാ നബിയുമായി പോകുമ്പോൾ ഫിറൗവിന്റെ ഭരണശേഷം പിന്നെ ഫലസ്തീനിൽ മൂസാ നബിയുടെ എങ്ങനെയാണ് തിരിച്ചു വരിക? ഇസ്രായേലിലെ മൂസാ നബിയുടെ കാണിച്ച് ഈ പോലാണെങ്കിൽ ചില ബുദ്ധികൾ കാണിക്കുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പൊ ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തിയില്ല. ഞാൻ സൂര്യകർത്താവിനെ കുറ്റപ്പെടുത്തുകയല്ല, യഥാർത്ഥത്തിൽ അത് അസാധ്യമായ ഒരു കാര്യമാണ് ഫിറൗവിന്റെ ഭരണശേഷം മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ ഭരണമേറ്റെടുക്കുക എന്ന് പറയുന്ന കാര്യം. പ്രവാചകന്മാർ ആരും തന്നെ ഇന്നത്തെ പോലെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരിൽ സംഘടിപ്പിച്ചതായി കാണുന്നില്ല. സോളിഡാരിറ്റിക്ക് ഈ വിഷയത്തിൽ പ്രവാചക മാതൃകയുണ്ടോ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്രായേലിനെ ആർക്കെതിരെയാണ് സംഘടിപ്പിച്ചത്? ഇസ്രായേലിലെ ഈജിപ്തിൽ നിന്നും അവിടുത്തെ ഭരണകൂടത്തോട് തർക്കിച്ച് അവിടെ ഏറ്റുമുട്ടേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. മുഴുവൻ ഇസ്രായേലിനെയും സംഘടിപ്പിച്ചുകൊണ്ട് ഫിറൗവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി ഫിറൗവിനോട് പറഞ്ഞത് ഇവരെ മോചിപ്പിക്കണമെന്നുള്ളത് അന്നത്തമല്ല എന്ന് പറയുകയും അവരെ ഏറ്റുമുട്ടലുണ്ടാവുകയും ചെയ്യുന്നു. എന്നപ്പോൾ അല്ലാഹു തആല അവരോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഫലസ്തീൻ അവിടെ ഒരു ഭരണകൂടമുണ്ട്, ഫിലിസ്തീനിൽ ഫിലസ്തീനിലെ ഭരണകൂടമുണ്ട്. ആ ഭരണകൂടം നിങ്ങളുടെ നാട്ടിൽ കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ്. അവരുമായി ഏറ്റുമുട്ടണം. ഏറ്റുമുട്ടാൻ വേണ്ടി ഉൾക്കൊള്ളുന്ന അവസരം മുഖത്തകർക്കും തർക്കത്തുള്ള അവകാശിക്കും തങ്ങൾക്കും സാധ്യതയും ആ വിശുദ്ധമായ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. പ്രധാനമന്ത്രിക്കുന്നത് അവിടെ നിന്നൊരു പിൻവാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം ഫലസ്തീനിലുണ്ടായ ഭരണകൂടത്തിന് എതിരെ ഏറ്റുമുട്ടാനല്ല ഇസ്രായേലിനെ കൊണ്ടുപോയത്. അവിടെ തീരാ കോമൻ ജപ്പാനിയും അവിടെ ഭയങ്കരമായ ഒരു വർഗമുണ്ട്, ഏറ്റുമുട്ടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് 12 ഗോത്രങ്ങളെ അയച്ചു. 12 ഗോത്രങ്ങൾ പറഞ്ഞുണ്ടായത്. എന്തിനാണ് ഈ 12 ഗോത്രങ്ങളെ അയച്ചത്? പ്രതിനിധികൾ ഇസ്രായേലിൽ 12 ഗോത്രമുണ്ടായിരുന്നു. 12 പേരും കൂടി പോയി തിരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അവർ അംഗീകരിക്കൂ. അല്ലെങ്കിൽ ഏതെങ്കിലും 8 ഗോത്രക്കാരനെ പറഞ്ഞുകൊടുത്താൽ അവർ തിരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇത് നമ്മളെ തെളിവ് കൊടുക്കാൻ വേണ്ടി വന്നു പറയുകയാണ് എന്ന് ബാക്കി ഗോത്രക്കാരൻ പറയും. തീരായി ഭൂമിയിൽ വെള്ളം പർവ്വതത്തിൽ പാറയിലിങ്ങനെ അടിച്ചപ്പോൾ അതിന് പകരത്തിൽ ഇത്ര വശത്തായിരുന്നു 12 അരികളാണ് പറ്റി വഴിയിൽ. എന്തിനാണ് 12 അരി? ഇസ്രായേലിലെ വംശീയമായി 10 അരികളായാലും അവിടെ വേദനിക്കുന്നത്. അതുകൊണ്ട് 12 കളക്കും 12 അരി. നിങ്ങൾ ഓരോ അരികളും വിളിച്ചു എന്തൊക്കെയാണ് ഈ വർഗത്തെ ഉണ്ടാക്കാൻ അന്നാളുകളെ ചെയ്ത് അതുകൊണ്ടാണ് സ്വയം രക്ഷയില്ലാത്ത സമുദായത്തിൽ എന്ത് ചെയ്താലും അന്നാളുകൾ രക്ഷിക്കില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നല്ല പാടുണ്ട്. നമ്മൾ നന്നായിരിക്കും 12 അരി വിളിച്ചുകൊടുക്കും. ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി തമ്മിലിരിക്കില്ല. 12 പേരെ പറഞ്ഞയച്ചു. ഇങ്ങനെ അതിനുവേണ്ടി തമ്മിലിരിക്കില്ല. വലിയ തമ്മിലെങ്കിൽ തെരഞ്ഞെടുക്കാതെ കൊടുക്കും. അല്ല, നമ്മളല്ല തെരഞ്ഞെടുക്കില്ല, നമ്മളിവിടെ തെരഞ്ഞെടുക്കില്ല, നമ്മളിവിടെ തെരഞ്ഞെടുക്കില്ല, നമ്മുടെ ഗോത്രത്തിന്റെ പറഞ്ഞിരിക്കില്ല. അതും വേണ്ട. ഇങ്ങനെ എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ ഇസ്രായേലിലേക്ക് അഹമവികാരം പോലും കാണിച്ചുകൊണ്ടിരിക്കോ എന്നിട്ട് തീരുമാനിച്ചാൽ അവിടെ പോയി തിരിച്ചു വന്ന് 2 പേരാണ് പറഞ്ഞത് നമുക്ക് പോകണം, നമുക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ ആ അഹമവികാരം ജീവിക്കുമെന്ന് കൊടുത്തിട്ട് പോയോ? അപ്പൊ ഈ കാര്യം പറയിക്കണം. ഇസ്രായേലിനെ എന്തിനു വേണ്ടിയാണ് അവർ സംഘടിപ്പിച്ചത്? ഒരു ചെങ്ങലയിലേക്ക് തൊഴിലാളികൾ സംഘടിപ്പിച്ച പോലെ പോലുള്ള യുദ്ധത്തിന് വേണ്ടി തന്നെയാണ്, സായുധ പോരാട്ടത്തിനാണ്. എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നു പ്രവാചകന്മാർ അങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല എന്ന്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഓടിയോടുന്നതിനാണ് അവിടെ യുദ്ധം നടത്താനാണ്, കരാത്തകൾ നടത്താനാണ്. ഒന്നുമല്ലോ ഏറ്റവും സമ്മതമുണ്ട്. അപ്പൊ ഏറ്റവും തന്നെ അവസരം വരുന്ന സന്ദർഭത്തിൽ പോരാട്ടത്തിന് വേണ്ടി അവസരം വരുന്ന സന്ദർഭത്തിൽ പ്രവാചകന്മാർ ദാമൂദിന്റെ നേതൃത്വത്തിൽ പോയതുകൊണ്ട് കലാനികളുമായി ഏറ്റുമുട്ടാനാണ്, ധാമത്തുമായി ഏറ്റുമുട്ടാനാണ് ധാമങ്ങളുണ്ട്. ഇങ്ങനെയാണോ നമ്മുടെ പ്രവർത്തന ജാതം ധാമത്തല്ലേ ജാമത്തിനെ കൊള്ളത്? എങ്കിൽ പിന്നെ
കാലഘട്ടത്തിലെ പ്രവാസികന്മാർ ആരുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ ജനങ്ങളെ ഭരണകൂടത്തിനെടുത്ത് സംഘടിപ്പിച്ചതായി കാണുകയില്ല, എവിടെ കാണുന്നില്ല എന്നതാണ്. ഉള്ളിടത്ത് നോക്കിയെങ്കിലേ കാണൂ എന്നാണ് എനിക്ക് പറയാൻ